പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് എന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് പണം എളുപ്പത്തിൽ നമ്മുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്തെടുക്കാം എന്നുള്ളതാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മളുടെ ഒരു ഫ്രീ ആയിട്ടുള്ള ലൈവ് ക്ലാസ്സസ്, ഇതുപോലുള്ള ലൈവ് ക്ലാസ്സസ് നിങ്ങൾക്ക് നമ്മുടെ കൂടെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ആ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ നിങ്ങൾക്ക് ഫ്രീ ലൈവ് ക്ലാസ്സസ് കിട്ടും. അതുകൂടാതെ ലോ ഓഫ് അട്രാക്ഷനെ പറ്റി കംപ്ലീറ്റ് കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്ന നമ്മുടെ പെയ്ഡ് ക്ലാസ്സിന്റെ ഡീറ്റെയിൽസും ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലായിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ. അപ്പൊ എങ്ങനെ നമുക്ക് പണം എളുപ്പത്തിൽ നമ്മുടെ ലൈഫിലേക്ക് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത്. എങ്ങനെ നമുക്ക് പണം നമ്മുടെ ലൈഫിലേക്ക് എളുപ്പത്തിൽ മാനിഫെസ്റ്റ് ചെയ്യാം. പലപ്പോഴും നമ്മൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ പഠിപ്പിച്ചു വച്ചിരിക്കുന്ന കാര്യം, അത് നമ്മുടെ കുഴപ്പം കൊണ്ടല്ല. കാരണം സമൂഹമൊന്നും പറയാൻ പറ്റില്ല. കാരണം നമ്മൾ ഇതിനപ്പുറത്തേക്ക് ഒരു ലോകം, പണം എങ്ങനെയാണ് കറക്റ്റായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് എന്നും അതിനെക്കുറിച്ചുള്ള അറിവും നമുക്കില്ല. അത് നമുക്ക് കിട്ടാനായിട്ട് യാതൊരു വഴിയില്ല. അത് നമ്മൾ സ്പിരിച്വലി, പണ്ടത്തെ കാലത്ത് സ്പിരിച്വലായിട്ട് പോകുന്ന ആളുകൾക്ക് മാത്രമേ അത്തരത്തിലുള്ള അറിവ് കിട്ടത്തുള്ളൂ. എങ്കിൽ മാത്രം ആ രീതിയിൽ അവർക്ക് അത് കിട്ടത്തുള്ളൂ. പക്ഷേ അപ്പൊ അതുകൊണ്ട് നമ്മുടെ സമൂഹത്തിനെയും നമുക്ക് കുറ്റം പറയാം. കാരണം ലോകത്ത് എല്ലായിടത്തും അത് കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ലായിരുന്നല്ലോ പണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇന്ന് ഈ ലോകം തിരിച്ചറിഞ്ഞ കാര്യം, അതിപ്പോ നിങ്ങൾ ഓരോരുത്തരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം, അതായത് പണം എന്ന് പറയുന്നത് ഒരു എനർജി മാത്രമാണ്. മണി ഈസ് ജസ്റ്റ് ആൻ എനർജി. ഗാന്ധിജിയുടെ പേപ്പർ കഷ്ണത്തിന് നമ്മൾ കൊടുത്തിരിക്കുന്ന മൂല്യമാണ് പണത്തിന് ടോപ്പാക്കി വെച്ചിരിക്കുന്നത്. നമ്മൾ പലപ്പോഴും പണത്തിനെ പറ്റി നമ്മുടെ ഉപബോധ മനസ്സിനോട് പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ ജോലി ചെയ്താലേ കാശ് കിട്ടും, അല്ലെങ്കിൽ നമ്മൾ ബിസിനസ് ചെയ്താലേ കാശ് കിട്ടും, അല്ലെങ്കിൽ നമ്മൾ ഇന്ന പ്രവൃത്തി മേഖലയിൽ ചെയ്താൽ, നമ്മൾ വെറുതെ ഇരുന്നാലൊന്നും കാശ് കിട്ടില്ല, എന്തെങ്കിലുമൊക്കെ പരിപാടി ചെയ്താലേ നമുക്ക് കാശ് കിട്ടുള്ളൂ എന്നുള്ള ഒരു തോട്ട് പ്രോസസ്സ് നമ്മുടെ ഉപബോധ മനസ്സിനെ നമ്മൾ പഠിപ്പിച്ചു വച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് പലപ്പോഴും അത്തരത്തിലുള്ള ഒരു രീതിയിൽ നമുക്ക് കാശ് കിട്ടും. ഒന്നും വേണ്ട, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്തോ, ചെയ്യാതിരിക്കണ്ട, പക്ഷെ എളുപ്പത്തിൽ പൈസ കിട്ടിക്കൂടെ? ഈ ലോകത്തെ എല്ലാ ആളുകളും ഭയങ്കര കഷ്ടപ്പെട്ടിട്ടാണ്. കാരണം മണി ഈസ് ആൻ എനർജി എന്ന് പറയുന്ന സത്യം പ്രകാരം, ആ ഒരു സത്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒന്നും ചെയ്തില്ലെങ്കിലും നിങ്ങളുടെ എനർജറ്റിക്കലി അലൈൻഡ് ആണ്, നിങ്ങളിലേക്ക് കാശ് എത്തിച്ചേരും എന്നുള്ളതാണ് ആ ഒരു സത്യം. ബിക്കോസ് അത് എന്തുകൊണ്ടാണ് പറയുന്നത്? നമുക്ക് ദിസ് ഈസ് ആൻ എനർജി ബേസ്ഡ് യൂണിവേഴ്സ്. കേൾക്കുമ്പോൾ നമുക്കതൊരു ഒരു ഈ പറയുന്നത് തെറ്റാണെന്നൊക്കെ തോന്നാം. പക്ഷേ ദിസ് ഈസ് എൻ എനർജി ബേസ്ഡ് യൂണിവേഴ്സ്. ഞാൻ പറയുന്നത് നിങ്ങൾ ആ ഡെപ്തിലേക്ക് പോകണ്ട. അത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ വിശ്വസിപ്പിക്കാൻ വളരെ ബുദ്ധിമുട്ടാവാം. അറ്റ്ലീസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിന് പണം വരുന്നത് എളുപ്പമാണ് എന്നുള്ള ഒരു സംഭവമെങ്കിലും പറഞ്ഞ് പഠിപ്പിക്കണം. കാരണം ലോകത്ത് എല്ലാവരും കഷ്ടപ്പെട്ടാണോ പൈസ ഉണ്ടാക്കുന്നത്? ഒരു കടമുറി കെട്ടി വാടകയ്ക്ക് കൊടുക്കുന്ന ഒരാൾ കഷ്ടപ്പെട്ടിട്ടാണ് കാശ് ഉണ്ടാക്കുന്നത്. മേ ബി അദ്ദേഹം ലോണൊക്കെ എടുത്തിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ പീപ്പിൾസ് മണിയല്ലേ ഉപയോഗിക്കുന്നത്. അപ്പൊ ലോകത്തെ എല്ലാ ആളുകളും കഷ്ടപ്പെട്ടാണ് കാശ് ഉണ്ടാക്കുന്നത് എന്നുള്ള ആ ഒരു ചിന്താഗതി നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാല് നമുക്ക്, ഞാൻ പറയുന്നത് കൃത്യമായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടല്ലേ? ജസ്റ്റ് ഒരു വോയിസ് കട്ടാവുന്നുണ്ടോ? കറക്റ്റാണ്. കഷ്ടപ്പെട്ടാണ് കാശ് ഉണ്ടാക്കുന്നുള്ള ആ ഒരു ചിന്താഗതി നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാരണം അതൊരു ലിമിറ്റിംഗ് ബിലീഫാണെന്നേ. ഒന്നാലോചിച്ച്, ഈ ലോകത്ത് ഭയങ്കരമായി കഷ്ടപ്പെടുന്ന ഡെയിലി വേജിന് വർക്ക് ചെയ്യുന്ന ആളുകളില്ലേ, അതൊന്നും കുറ്റമല്ല. പക്ഷെ അവരെത്രത്തോളം വർക്ക് ചെയ്യുന്നു. ഇപ്പൊ ഉദാഹരണം, നമ്മുടെ കൺസ്ട്രക്ഷൻ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ, അങ്ങനെ പല രീതിയിൽ പ്രവർത്തിക്കുക, അതൊക്കെ നല്ലൊരു തൊഴിലാണ്. കാരണം അവരില്ലെങ്കിൽ നമുക്കൊന്നും, ഈച്ച് ആൻഡ് എവറി പ്രൊഫഷൻ ഈസ് ഗുഡ്, ഓക്കെ. ബട്ട് അവരെ പോലെ ഇപ്പൊ ഹാർഡ് വർക്ക് ചെയ്യുന്നവരെടുക്കാം. ഇവരെ പോലെ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഒരുപക്ഷെ ഫുട്ബോൾ കളിക്കാര്, ക്രിക്കറ്റ് കളിക്കാര്, അല്ലെ? ഫീൽഡിൽ ഇറങ്ങി ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തു മറ്റവർക്ക് കൂടുതൽ ശമ്പളം കിട്ടുന്നു. ഒരുപക്ഷെ കഷ്ടപ്പെടാതെ, ഇപ്പം അവർ ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് ഇല്ലാതെ കാശുണ്ടാക്കുന്ന ആളുകളാണ് പലപ്പോഴും ബിസിനസ്സുകാർ. ശരിയല്ലേ? അവര് മറ്റുള്ളവരെ കൊണ്ട്, മറ്റുള്ളവരുടെ ടൈമിനെയാണ് അവർ കാശാക്കുന്നത് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പൊ അവര് അപ്പം ഇതിന്റെ പ്രോബ്ലം എന്താണെന്ന് അറിയോ? അതുകൊണ്ടാണ് പലപ്പോഴും ഒരു ബിസിനസ്സുകാരന്റെ വീട്ടിൽ ജനിക്കുന്ന ഒരാളും ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടും ഡോക്ടർ വീട്ടിൽ ജനിക്കുന്നതെന്നൊക്കെ നമ്മൾ പറയാൻ കാരണം വെച്ചാല്, വി ആർ പ്രോഗ്രാംഡ്. നമുക്ക് ചുറ്റുമുള്ള ആളുകള് നമ്മളിലേക്ക് പ്രോഗ്രാംസ് ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട് തുടക്ക സമയത്ത്.
നമ്മുടെ ആദ്യ കാലഘട്ടത്തില് നമ്മളുടെ ചുറ്റുമുള്ള ആളുകൾ നമ്മളിലേക്ക് പ്രോഗ്രാംസ് ഇങ്ങനെ സർപ്പാസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് പുറപ്പെടുവിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പല ആളുകൾക്കും ഈ കാശ് ഉണ്ടാക്കുന്നത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ട് മാറുന്നത്. കാരണം ആ പ്രോഗ്രാംസ് വി ആർ, അതായത് നമ്മുടെ ഒരു മെന്റർ എന്നൊക്കെ പറയുന്നത്, അതായത് നമ്മുടെ ലൈഫിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് പോലും ഒരു 10 വർഷം മുന്നേ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു നടുവേദന വന്നു, ഒരു സ്കയാറ്റി വന്നു, അല്ലെങ്കിൽ ഓസ്റ്റിയോപൊറോസിസ് വന്നു, ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ഇഷ്യൂ വന്നെങ്കിൽ നിങ്ങളിത് മനസ്സിലാക്കി ഇട്ടിട്ടിട്ടിട്ടിട്ടിട്ട് ഇതിന്റെ കാഠിന്യം ഭയങ്കരമായിട്ട് കൂടും. നമ്മൾ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നതാണ് ഇത്ര വയസ്സാകുമ്പോൾ നമുക്ക് അസുഖമൊക്കെ വരും എന്ന്. ആ വയസ്സാകുമ്പോൾ അസുഖം വരും. അതേ കണക്ക് തന്നെ പണത്തിന്റെ കാര്യത്തിലും നമ്മൾ പൈസ ഉണ്ടാക്കുന്ന എളുപ്പമാണെന്ന് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലോട് കൃത്യമായിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന, വെള്ളം ഒഴുകുന്നത് പോലെ നമുക്ക് കാശ് വരുമെന്ന് നിങ്ങൾ സബ് കോൺഷ്യസ് മൈൻഡിനോട് റിപ്പീറ്റ് ചെയ്യുന്ന. ഇപ്പൊ എന്റെ ഒരു മെന്ററൊക്കെ ഉണ്ട്. അദ്ദേഹം എന്ന് വെച്ചാല് എത്ര വർക്ക് ചെയ്തില്ലെങ്കിൽ 7 ലക്ഷം രൂപ മാസം അക്കൗണ്ട് കിട്ടണം എന്നുള്ള ഒരു ബേസിക് ആയിട്ടൊരു ബിലീഫ് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പുഷ് ചെയ്ത് അദ്ദേഹം ഇട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് എത്ര ഒരു വർക്കും ചെയ്തില്ലെങ്കിൽ പോലും ആ മാസം 7 ലക്ഷം രൂപ അദ്ദേഹത്തിന് ഒരു മിനിമം ബാലൻസ് എന്ന് തന്നെ പറയാം. നമ്മൾ ബാങ്കിലൊക്കെ മിനിമം ബാലൻസ് കണക്ക് അദ്ദേഹത്തിന് കാശ് കിട്ടും. ഞാൻ പറയുന്നത് കാശെന്നല്ല, അപ്പൊ കാശാണ് ഇന്നത്തെ ടോപ്പിക്, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. റിലേഷൻഷിപ്പുകളായിക്കോട്ടെ, ബന്ധങ്ങളായിക്കോട്ടെ, അതായത് ബന്ധങ്ങൾ, നിങ്ങളുടെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ആഗ്രഹങ്ങളായിക്കോട്ടെ. അപ്പൊ എന്ത് വേണമെങ്കിലും, നിങ്ങൾക്കൊരു വീട് വെക്കണം, നിങ്ങൾക്കൊരു കാർ വാങ്ങിക്കണം, നിങ്ങൾക്കൊരു സ്ഥലത്ത് പോകണം, നിങ്ങളത് പണ്ട് ആളുകൾ പറയില്ല, അത് തീവ്രമായി ആഗ്രഹിച്ചു, ഉറങ്ങുമ്പോൾ കാണുന്ന സ്വപ്നമല്ല, എണീച്ചിരിക്കുമ്പോൾ കാണുന്ന സ്വപ്നമാണെന്നൊക്കെ പലരും പറഞ്ഞതെല്ലാം ലോ ഓഫ് അട്രാക്ഷൻ ആണ്. ബിക്കോസ് അവരെയൊക്കെ അവരറിഞ്ഞോ അറിയാതെയോ ലോ ഓഫ് അട്രാക്ഷൻ ഫോളോ ചെയ്തു. കാരണം നിങ്ങളുടെ ജീവിതത്തിലുള്ള സംഭവമാണ്. ഇവിടെ പലപ്പോഴും കഷ്ടപ്പെട്ട് പല ആളുകളും ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ കാരണം ഫ്രീക്വൻസി ഡിഫറൻസ് ആണ്. അവരറിഞ്ഞുകൊണ്ട് ആ ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യുന്നെങ്കിൽ അവർക്ക് അത്ര കഷ്ടപ്പെടേണ്ടി വരില്ല. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇതെല്ലാം ഞാൻ ട്രേഡിംഗ് പഠിക്കുന്നുണ്ട്. നമ്മുടെ സാറൊക്കെ ഈ ട്രേഡിംഗ്, ഞാൻ കൃത്യമായിട്ട് ഒരു 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 ട്രേഡിങ്ങിൽ ഒരു സംഭവം സെറ്റ് ചെയ്യും. പിന്നെ ഞാൻ ആൾറെഡി ഒരു സ്ട്രാറ്റജി ഒക്കെ ഉണ്ടെങ്കിൽ കൂടി ഞാൻ പറയുക സബ് കോൺഷ്യസ് റിപ്പീറ്റ് ചെയ്തിട്ട് മാറിക്കളയും. ഓർഡർ നമുക്ക് സെറ്റ് ചെയ്തിട്ട് മാറാം. ഞാൻ പറയും ഇന്ന് രാവിലെ അങ്ങനെയായിരുന്നു, എല്ലാ ദിവസവും അങ്ങനെ തന്നെ. ഞാൻ അങ്ങ് മാറും. ഫ്രണ്ട് ഇരുന്ന് നമുക്ക് ടെൻഷൻ വരും. കാരണം ടെൻഷൻ വരുമ്പോൾ നെഗറ്റീവ് തോട്ട് പ്രോസസ് എനിക്ക് അറിയാം, ഇത് റിയാലിറ്റി ആയി മാറും. ഞാൻ എന്ത് ചെയ്യും, ഇതിന്റെ ഫ്രണ്ടിൽ നിന്ന് അങ്ങ് മാറും. മാറിക്കളയുമ്പോൾ എന്നിട്ട് കണ്ടിന്യൂസ് ആയിട്ട് അപ്പൊ നമുക്കൊരു കാംനെസ് വരും. കാരണം ഇതിന്റെ ഫ്രണ്ട് ഇരിക്കുമ്പോഴാണ് മണ്ടയിലോട്ട് താഴോട്ട് പോകുമ്പോൾ നമുക്ക് ടെൻഷൻ വരുന്നത്. അപ്പം പോസിറ്റീവായിട്ട് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തിരിക്കും. മിക്കന്നല്ല, ഒരു 90 to 99% എനിക്കിപ്പം പ്രോഫിറ്റ് ആണ് വരുന്നത്. അപ്പൊ അതാണ് ഞാൻ പറയുന്നത്, സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്ന ഒരു സംഭവം വളരെ ഒരു ഭയങ്കരമായ. ഇന്ന് നിങ്ങൾ എങ്ങും പോകണ്ട, നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ ഒരു ജോലിക്ക് ഒരു 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 പ്രൈവറ്റ് കമ്പനിയിലോ എവിടെയെങ്കിലും നിങ്ങൾ പോയി ജോലി ചെയ്തിട്ട് ഇരട്ടി കാശ് വീട്ടിലിരുന്നെന്ന് മാത്രമല്ല, നിങ്ങൾക്ക് ട്രാവലും ഒക്കെ ചെയ്യാം. ലോകത്തിൽ എവിടെ ഇരുന്ന് വേണോ കാശ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. കാരണം ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ബിസിനസ് പഠിപ്പിക്കുന്ന ഒരാളൂടെയാണ്. അപ്പൊ ഞാൻ പറയുന്നത് വെച്ചാൽ ഇതിലെല്ലാം എന്നെ കാരണക്കാരനാക്കിയ ലോ ഓഫ് അട്രാക്ഷൻ ആണ്. ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞ സംഭവം ഡിഗ്രി സെക്കൻഡ് ഇയർ തൊട്ട് ഞാൻ ഫോളോ ചെയ്തു തുടങ്ങിയ കാര്യം പല ലൈഫിൽ എൻ്റെ, അതിലൂടെയാണ് ഞാൻ സത്യം പറഞ്ഞ ഡിജിറ്റൽ മാർക്കറ്റിംഗിലേക്ക് എത്തിപ്പെട്ടത്. ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഞാൻ ഇപ്പോഴും ഓർമ്മയുണ്ട്. പണ്ടൊരു ട്രെയിനിൽ ഇങ്ങനെ തിരിച്ച് വീട്ടിൽ വന്നുകൊണ്ടിരുന്നപ്പോൾ, പഠിച്ചിട്ട് വീട്ടിൽ വന്നിരുന്നപ്പം ഒരു ട്രെയിനിൽ കുറച്ച് ജോലി ചെയ്യുന്ന ആളുകൾ ഒരു സീക്രട്ട് എന്ന പുസ്തകത്തിനെ പറ്റി ആദ്യമായിട്ട് പറയുമ്പോൾ തൊട്ടാണ് ഇതിനെപ്പറ്റി ആദ്യമായിട്ട് ഞാൻ കേൾക്കുന്നത്. അതിനുശേഷമാണ് ഇങ്ങോട്ട് ഞാൻ ഡിഗ്രി കഴിഞ്ഞു. ഡിഗ്രിക്ക് ശേഷം ഞാൻ വന്ന സമയത്താണ് എനിക്ക് ബാക്കിയുള്ള ആളുകളെല്ലാം PSC അങ്ങനെ ഇങ്ങനെയൊക്കെ പോയപ്പോൾ എൻ്റെ മനസ്സിൽ അറിഞ്ഞോ അറിയാതെ നമ്മൾ തോട്ട് പ്രോസസ് പോസിറ്റീവ് ആക്കി യൂണിവേഴ്സ് ഇങ്ങനെ ഒരു സംഭവം ചെയ്യാൻ. എനിക്ക് പണ്ടേ ട്രാവലിംഗ് ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടാണെന്ന് അറിയില്ല, എന്തായാലും എൻ്റെ മനസ്സിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സംഭവം തോന്നിപ്പിക്കുകയാണ്. ഞാനത് ചെയ്തു. കാരണം നമ്മുടെ കൂടെ ഉള്ളവരൊക്കെ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എനിക്ക് അതിൻ്റെ ഇരട്ടി വരുമാനം ഇപ്പോൾ കിട്ടുന്നുണ്ട്. പല സോഴ്സസിൽ നിന്ന് ആയിട്ട് കിട്ടുന്നുണ്ട്, ഐഡിയാസ് കിട്ടുന്നുണ്ട്. എങ്ങനെയാണ് ലോകത്ത് കൂടുതൽ കാശ് ഉണ്ടാക്കുന്നത് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു. ഡു നോട്ട് വർക്ക് ഫോർ മണി എന്ന് പറയുന്നത്, നമ്മൾ പൈസയ്ക്ക് വേണ്ടി പണിയെടുത്ത് എന്തുകൊണ്ടാണ് ഒരു കാര്യമുണ്ട്. നമ്മൾ പൈസയ്ക്ക് വേണ്ടി പണിയെടുത്ത് നമുക്ക് കുറച്ച് പൈസ കിട്ടും. പക്ഷെ പൈസ കൊണ്ട് പണിയെടുപ്പിച്ചാൽ, ഇപ്പം നിങ്ങളൊരു ബിസിനസ് ഇട്ടാൽ, അല്ലെങ്കിൽ നിങ്ങളൊരു ഓട്ടോ വാങ്ങിച്ചിട്ട് വാടകയ്ക്ക് കൊടുത്താൽ, അല്ലെങ്കിൽ അങ്ങനെ പല രീതിയിൽ നമ്മൾ പൈസ കൊണ്ട് പണിയെടുപ്പിച്ചാലായിരിക്കും നമുക്ക് കൂടുതൽ കാശ് കിട്ടുക. അങ്ങനെ പല പല കാര്യങ്ങൾ. അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കൃഷിയും ഒക്കെയാണ് എല്ലാം. നമുക്ക് എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുക, അതിൽ നിന്ന് 3 മാസം അല്ലെങ്കിൽ ഒരു കടമുറി കെട്ടി വാടക, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലോട്ട് ഞാൻ പോകുന്നില്ല, അതൊക്കെ നമ്മൾ ഡീപ്പായിട്ട് പേഡ് ക്ലാസ്സിലൊക്കെ പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം വെച്ചാൽ ഇതൊക്കെ എനിക്ക് മനസ്സിലാക്കി തന്നതിന്റെ ലോ ഓഫ് അട്രാക്ഷൻ. കാരണം യൂണിവേഴ്സിന്റെ അടുത്ത് നമ്മൾ എപ്പോഴും പറയും ഹൗ എന്നുള്ളൊരു ചോദ്യമില്ല. നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് പോകണം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സാധനം, ഒരു കാർ വേണം, ഒരു വീട് വേണം,
ഹൗ എന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയില്ല. അതിപ്പം സ്ത്രീകളാണെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഇപ്പം വർക്കിംഗ് ആണെങ്കിൽ അങ്ങനെ, ഹൗസ് വൈഫ് ആണെങ്കിൽ അതൊന്നും പ്രധാനം, മണിക്ക് അതൊന്നും പ്രധാനമല്ല. എനർജി മാത്രമാണ് പ്രധാനം. നിങ്ങളുടെ ഓരോരുത്തരുടെയും എനർജി അല്ലാതെ മണിക്ക് മറ്റൊരു സംഭവമേ പ്രധാനമില്ല. അത് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം. ദിസ് ഈസ് അൻ എനർജി ബേസ്ഡ് യൂണിവേഴ്സ്. നിങ്ങളുടെ മക്കൾ പഠിക്കുന്നില്ലേ? അമ്മമാര് പലപ്പോഴും ടെൻഷൻ അടിക്കും, യു 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 ദിസ് എനർജി ഇസ് വെരി ഡേഞ്ചറസ്. അമ്മമാരുടെ ലോകത്തിലെ ഏറ്റവും പ്യൂറസ്റ്റ് ആയിട്ടുള്ള ആളുകളാണ് സ്ത്രീകൾ എന്ന് പറയുന്നത്. ഇത്രത്തോളം അത്ഭുതമാണ്, ലോകത്തിലെ തന്നെ അത്ഭുതമാണ് സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ. കാരണം അവരുടെ ആ ലവ് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമുക്ക് മാൻലി പോസിബിൾ അല്ല, പുരുഷന് പോസിബിൾ അല്ലാത്ത കാര്യമാണ്. അപ്പൊ ഞാൻ പറയുന്നത്, അത്രയും ഉള്ള സ്ത്രീകൾ എന്ന് പറയുന്ന ആളുകള് ടെൻഷൻ കൂടെ അടിക്കുന്നുണ്ട്. അത് വളരെ ഡേഞ്ചർ. മക്കൾ, അത് ഭയങ്കരമാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ ഒരു നിങ്ങൾ അൺകണ്ടീഷണൽ ലവ്, അതൊക്കെ ഒരു തിയറിയാണ്, അതിലോട്ടൊന്നും ഞാൻ വരുന്നില്ല. അപ്പൊ ഇതൊക്കെ നല്ലതാണ്, ഇതൊക്കെ കുട്ടികൾക്ക് നല്ലതാണ്. പക്ഷെ ഈ ടെൻഷൻ എന്ന് പറഞ്ഞ സാധനം ഭയങ്കര ഡേഞ്ചറാണ്. ടെൻഷൻ നിങ്ങളെ, ഞാനില്ലേ, ഈ കാരണം ഉദാഹരണം അതുകൂടെ പറയാം. അതായത് നമ്മൾ നോർമലി കോർട്ടിസോൾ എന്ന് പറയുന്നൊരു ഹോർമോൺ ഉണ്ട്. ഈ കോർട്ടിസോൾ എന്തിനാണ് നമ്മുടെ ശരീരത്തിൽ തന്നിരിക്കുന്നത് അറിയാവോ? നമുക്ക് അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ്. ഒരു മൃഗം നമ്മളെ വേട്ടയിടാൻ വരുമ്പോൾ കാട്ടിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഓരോരുത്തർക്കും കോർട്ടിസോൾ എന്ന് പറയുന്ന ഒരു ഹോർമോൺ യൂണിവേഴ്സ് തന്നിരിക്കുന്നത്. അപ്പൊ അത്തരത്തിൽ കോർട്ടിസോൾ തരുമ്പോൾ അതെല്ലാം ജീവികൾക്കും ഉണ്ട്. ഒരു വേട്ടയാടി കഴിഞ്ഞാൽ അവർ പിന്നെ സിമ്പിളായിട്ട് പുല്ലൊക്കെ തിന്നുന്നതാണ്. പക്ഷെ നമ്മൾ അതിനെ ഫുൾ ടൈം സ്ട്രെസ് അടിക്കുന്നു. സ്ട്രെസ് അടിക്കാൻ കാരണം നമുക്ക് പല കാര്യങ്ങളും, ഒന്ന് ഈ ഫിനാൻഷ്യൽ സ്ട്രെസ് ആണ്, ഒന്ന് ഇമോഷണൽ സ്ട്രെസ് ആണ്, പൈസയൊക്കെ വളരെ ഡിഫിക്കൽട്ട്, എല്ലാം ഇറ്റ്സ് ഓൾ തോട്ട് പ്രോസസ്. അകം മാറിക്കഴിഞ്ഞാൽ പുറത്തുള്ള എല്ലാ കാര്യങ്ങളും മാറും. നിങ്ങൾ അകം മാറ്റുക എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. നമ്മൾ അകത്തെ കൺട്രോൾ ചെയ്യും. നിങ്ങൾ പുറത്ത് എന്ത് സംഭവിക്കുന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുകയേ വേണ്ട. പുറത്ത് നിങ്ങൾക്ക് ഒരാൾ മോശമായിട്ട് പെരുമാറുന്നുണ്ടാവാം, അങ്ങനെ പെരുമാറുന്നുണ്ടാവും, ഇങ്ങനെ പെരുമാറുന്നുണ്ടാവും. ചിലപ്പം ഫിനാൻഷ്യൽ സ്ട്രഗിൾ ആയിരിക്കും, തീരെ പട്ടിണിയിലായിരിക്കും നിങ്ങൾ ജീവിക്കുന്നത്, ഒരു നേരത്തെ ആഹാരം പോലും ഇല്ല. പക്ഷെ അപ്പോഴും നിങ്ങൾ നിങ്ങളുടെ സൗബോധ മനസ്സിനെ പോസിറ്റീവായിട്ട് പറഞ്ഞ് പഠിപ്പിച്ചാൽ, ഇറ്റ്സ് നോട്ട് ഹൗ, മേ ബി നിങ്ങൾക്ക് ലോട്ടറി അടിക്കാം, യൂണിവേഴ്സിറ്റി ഹൗ അതറിയില്ല. ലോട്ടറി എന്നുള്ള എക്സ്ട്രീം കേസാണ്, ലോട്ടറി ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നതല്ല. ബട്ട് മേ ബി നിങ്ങൾക്കൊരു ഒരു വരുമാന സ്രോതസ് നിങ്ങൾക്ക് കിട്ടുകയായിരിക്കും. ഓൺലൈനിൽ കൂടെ വരുമാന സ്രോതസ്, അല്ലെങ്കിൽ പുറത്തിറങ്ങിയ ഒരു ഫീൽഡിലോട്ട് വരുമാന സ്രോതസ്, എന്തെങ്കിലും ഒരു ആശയം നിങ്ങളുടെ മനസ്സിലേക്ക് വരും. ആരെങ്കിലും, ഒരുപക്ഷെ നിങ്ങൾ തീരെ ഒരു സിറ്റുവേഷൻ നിൽക്കുന്ന, എങ്ങനെയെങ്കിലും ആരെങ്കിലും എവിടെന്നെങ്കിലും കാശ് തന്നാൽ മതിയെങ്കിൽ നിങ്ങൾക്ക് ആരെങ്കിലും കാശ് തരുമെന്നുള്ളതാണ് ഞാൻ പറഞ്ഞ മനസ്സിലായി. നിങ്ങൾക്ക് ആരെങ്കിലും ഒക്കെ കാശ് തരുമെന്നുള്ളതാണ്. അപ്പൊ അതാണ് സംഭവം എന്ന് പറയുന്നത്. നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അത് മാത്രമേ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കൂ. മണിയിലേക്ക് തിരിച്ചു വരാം. നിങ്ങൾ ചിന്തിക്കുകയാണ് പൈസ വെള്ളം ഒഴുകുന്നത് പോലെ എൻ്റെ ലൈഫിലേക്ക് വരുന്നു, അല്ലെങ്കിൽ ഓക്സിജൻ ഞാൻ ശ്വസിക്കും. ടൂക്കപ്പ് മെത്തേഡൊക്കെ നിങ്ങൾ പലരും വീഡിയോസിലൊക്കെ യൂട്യൂബിലൊക്കെ ഇഷ്ടം പോലെ കിടക്കും. ടൂക്കപ്പ് മെത്തേഡ്, ടൂക്കപ്പ് മെത്തേഡിന്റെ ഒക്കെ ബിഹൈൻഡ് സയൻസ് എന്താ? അതായത് ടൂക്കപ്പ് മെത്തേഡ് എന്ന് ഉദ്ദേശിച്ചാൽ നമ്മള് ടൂക്കപ്പ് അല്ലല്ലോ, കപ്പ്, അങ്ങനത്തെ ഒരു മെത്തേഡ് ഉണ്ട്. ടൂക്കപ്പ് ഉണ്ട് വേറെ, അതായത് വെള്ളം കുടിക്കുന്ന സമയത്ത് പൈസ അതനുസരിച്ച് വരുന്ന അതിന്റെ ഒരു സംഭവം. അതെന്താണ്? അത് വളരെ ഈസി ആയിട്ട് നമുക്ക് നടക്കാം. വായിൻ്റെ അകത്തോട്ട് നമുക്ക് കപ്പ് കൊണ്ടുവയ്ക്കുക എന്നുള്ളത് വളരെ ഈസി ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ് ആണല്ലോ. അപ്പൊ അതുപോലെ പൈസ നമുക്ക് കിട്ടുമെന്ന് നമ്മുടെ ഉപബോധ മനസ്സിനെ നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കുന്ന പ്രോസസ്സ്. മൈക്കൊന്ന് ഓഫ് ചെയ്യണേ, മൈക്കൊന്ന് ഓഫ് ചെയ്യണേ. ഓക്കെ. നമ്മുടെ ഉപബോധ മനസ്സിനെ നമ്മൾ പറഞ്ഞു പഠിപ്പിക്കുന്ന പ്രോസസ്സാണ്. അതുപോലെ നിങ്ങൾക്ക് ഓക്സിജൻ ബ്രീത്ത് ചെയ്യുന്നത് പോലെ പൈസ നമ്മളിലേക്ക് വരുന്ന ചിന്തിക്കാം, അല്ലെങ്കിൽ വെള്ളം ഒഴുകുന്ന പോലെ. കാരണം ഇതെല്ലാം പ്രോഗ്രാമിംഗ് ആണ്, അല്ലെ? നമ്മൾ ഇന്ന ജോലി ചെയ്താലേ പൈസ കിട്ടുള്ളൂ, ജോലി ചെയ്താലേ, വെറുതെ ഇരുന്ന കാശ് കിട്ടില്ല എന്നുള്ളതും പ്രോഗ്രാമിംഗ് ആണ്. അപ്പൊ ഞാൻ പറയുന്നത്, നിങ്ങൾ വെറുതെ ഇരുന്നുള്ള വേണ്ട, അതൊരു എക്സ്ട്രീം കേസ് ആണല്ലോ. ഇറ്റ്സ് ഐഡിയൽ കേസ്, ബട്ട് ഇറ്റ് ഈസ് പോസിബിൾ. 100% ഷുവർ ദിസ് ഇസ് എൻ എനർജി ബേസ്ഡ് യൂണിവേഴ്സ്, ദിസ് ഈസ് പോസിബിൾ. ഓക്കെ. ബട്ട് ഇവിടെ ഒരു സംഭവം വരാൻ പോയതാണ്. ഓക്കെ. ബട്ട് പക്ഷേ ഞാൻ പറയുന്നതല്ല, നിങ്ങൾ അത്ര വേണ്ട. മേക്കിംഗ് മണി സൂപ്പർ ഈസി എന്ന് റിപ്പീറ്റ് ചെയ്തോടെ. പൈസ ഉണ്ടാകുന്ന വളരെ എളുപ്പമാണ്, ചിന്തിച്ചോടെ. അത് ഹ്യൂമൻലി പോസിബിൾ അല്ലേ? പല ആളുകളും ചെയ്യുന്നില്ലേ? അറ്റ് ദി എക്സ്ട്രീം കേസ് ആൾസോ പോസിബിൾ, ബിക്കോസ് ദിസ് ഈസ് എൻ എനർജി ബേസ്ഡ് യൂണിവേഴ്സ്. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? എക്സ്ട്രീം കേസും പോസിബിൾ ആണ്, കാരണം ദിസ് ഈസ് എൻ എനർജി ബേസ്ഡ് യൂണിവേഴ്സ്. ഇത് കഷ്ടപ്പെടുന്ന ആള്, കഷ്ടപ്പാടെന്നുള്ള വാക്കേ ഇല്ല. നിങ്ങളുടെ അകത്തുള്ളതേ പുറത്തു വരൂ, അത്രമാത്രമാണ്. അകത്തുള്ളതേ പുറത്തു വരൂ. നിങ്ങളുടെ അകം ലോകത്ത് സന്തോഷം ഉണ്ടെങ്കിലേ പുറം ലോകത്ത് സന്തോഷം ഉണ്ടാവുള്ളൂ. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു പ്രൊഡ്യൂസർ ഇങ്ങനെ പറഞ്ഞ ഒരു സംഭവം കേട്ടാണ്. പുള്ളിക്ക് ആകെ ഉള്ളത് ആളുകളൊന്നും ബന്ധുക്കളൊന്നും ഇല്ലായിരുന്നു, പക്ഷെ പുള്ളി കൊച്ചിലെ തൊട്ടേ അല്ലലില്ലാതെയാണ് വളർന്നെന്ന് പറഞ്ഞിട്ട് പുള്ളി പറയാണ്. പുള്ളി പക്ഷേ ഈ ലാ ഓഫ് അട്രാക്ഷൻ ഫോളോ ചെയ്യുന്ന ഒരാളൊന്നുമല്ല. പുള്ളി ഇങ്ങനെ പറയാ, ഒരു സിനിമ പ്രൊഡ്യൂസറാണ്. എന്നിട്ട് പറയാം,
പൈസയ്ക്ക് പിന്നാലെ ഓടിക്കഴിഞ്ഞാൽ പൈസ നമുക്ക് വരില്ല. നമ്മൾ സമാധാനമായിട്ട് ഒരിടത്ത് ഇരുന്നാൽ പൈസ വരും. കറക്റ്റാണ്. അത് അയാളുടെ ജീവിതാനുഭവം കൊണ്ട് പറഞ്ഞതാണ്. ഇറ്റ്സ് എ ലോ ഓഫ് അട്രാക്ഷൻ. ഇറ്റ്സ് എ ലോ ഓഫ് അട്രാക്ഷൻ. ഇപ്പൊ എന്റെ ട്രേഡിംഗ് സാറ് അദ്ദേഹം ലോ ഓഫ് അട്രാക്ഷൻ ലൈഫിലേക്ക് വന്ന സമയത്ത്, ഞാനൊക്കെ ആണെങ്കിലും എനിക്കൊരു സീക്രട്ട് പുസ്തകത്തിന് അറിയാതെ ആക്സിഡന്റലി കേട്ടതിന് ശേഷമാണ് ഞാൻ ലോ ഓഫ് അട്രാക്ഷനിലേക്ക് വന്നത്. ഓക്കെ. എന്റെ ട്രേഡിങ്ങിന്റെ സാർ എന്ന് പറഞ്ഞ പുള്ളി ലോ ഓഫ് അട്രാക്ഷൻ വെച്ചാണ് ട്രേഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പുള്ളിയുടെ കമ്മ്യൂണിറ്റിയിലും പുള്ളിക്കും ഒക്കെ ഭയങ്കര പ്രോഫിറ്റ് ആണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഞാൻ പറയുന്നത് വെച്ചാല് അപ്പൊ പുള്ളി പക്ഷേ സ്റ്റാർട്ട് ചെയ്ത് പുള്ളിയുടെ ലൈഫിൽ നടന്ന ഇങ്ങനെ നമ്മുടെ പല ആളുകളുടെ ലൈഫിൽ നടക്കുന്നുണ്ടാവും. പ്രത്യേകിച്ച് സ്ത്രീകളുടെ കാര്യം ഞാൻ പറയാം. നിങ്ങൾ അമ്പലത്തിലൊക്കെ പോയി പ്രാർത്ഥിക്കുമ്പോൾ പലപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു അപകടമൊക്കെ പറയും. ആ ദൈവത്തിന്റെ കൃപ കൊണ്ട് ആ അപകടം ഫ്രണ്ടിൽ നിന്ന് പോയെന്നൊക്കെ പറയും. അല്ലേ? ആ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് പോയി എന്ന് പറയും. അല്ലേ? അങ്ങനെ അതെന്താ സംഭവിക്കുന്നത്? അവിടെ ലോ ഓഫ് അട്രാക്ഷൻ സംഭവിക്കുന്നത്. നമ്മൾ എന്തെങ്കിലും ഒരു ആപത്ത് വരുമ്പോൾ പ്രാർത്ഥിക്കുന്നു. എന്തെങ്കിലും ഒരു ഹെൽത്ത് ഇഷ്യൂ വരുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കണേ, ഈശ്വരാ രക്ഷിക്കണേ. ദിസ് ഇസ് എ ലോ ഓഫ് അട്രാക്ഷൻ. ദിസ് ഇസ് എ പോസിറ്റീവ് തോട്ട് പ്രോസസ് ആണ് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നത്. അതും ശരിയായ പ്രാർത്ഥന. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, നമ്മൾ ഹാപ്പിയാണ്, സന്തോഷവാനാണ്, അപൂർണ്ണ ആരോഗ്യവാൻ, ഇങ്ങനെ ഒരു തോട്ട് പ്രോസസ്സാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞ കൺക്ലൂഷൻ ഇത്രയേ ഉള്ളൂ. ദിസ് ഈസ് എൻ എനർജി ബേസ്ഡ് യൂണിവേഴ്സ്. നിങ്ങൾ പൈസ വെള്ളം ഒഴുകുന്നത് പോലെ നിങ്ങളുടെ ലൈഫിലേക്ക് വരും. കാരണം നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ അതാണ് സംഭവം. നമ്മൾ പല ആളുകളും ഹാർഡായിട്ടുള്ള വർക്ക് ചെയ്തിട്ടാണ് കാശ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് പൈസ ഒന്ന് പിടിക്കാനായിട്ടുള്ള ടെൻഡൻസി കൂടുതൽ. കാരണം എന്താണ്? ദേ തിങ്ക് that hard work, that money is gained through their hard work എന്നാണ് ചിന്തിക്കുന്നത്. കൂടുതൽ കാശുള്ള ആളുകൾ ഹാർഡ് വർക്ക് ചെയ്യുന്നില്ല. ദേ ആർ മേക്കിംഗ് അതർ പീപ്പിൾസ് ടൈം. അല്ലേ? ബിസിനസ്സുകാർ വലിയ രീതിയിലൊക്കെ ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ പല രീതിയിൽ കൂടുതൽ കാശ് ഉണ്ടാക്കുന്ന ആളുകൾ, ദേ ആർ നോട്ട് ലിറ്ററലി ഹാർഡ് വർക്കിംഗ്. ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. ആ ഹാർഡ് വർക്കിങ്ങിലേക്ക് ഒരുപക്ഷെ ഇപ്പോൾ ഒരു ഫുട്ബോൾ താരം, അദ്ദേഹം ഹാർഡ് വർക്ക് ചെയ്ത് തന്നെയാണ് കാശ് ഉണ്ടാകും. ബട്ട് വൈ ഹീ ഈസ് ഇംപ്രിന്റഡ് ഇൻ ദി സബ് കോൺഷ്യസ് മൈൻഡ് ദാറ്റ് നമുക്ക് ആ ഹാർഡ് വർക്ക് ചെയ്താലേ പൈസ കിട്ടും. അപ്പോൾ പൈസ എളുപ്പമാണെന്നുള്ള ചിന്താഗതിയിലേക്കാണ് നമ്മൾ വരേണ്ടത്. ആ ചിന്താഗതിയിൽ നമ്മൾ വന്നാൽ പൈസ നമുക്ക് എളുപ്പമായി ഉണ്ടാക്കാം. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. മൈക്ക് ഓൺ ചെയ്ത് ചോദിക്കാലോ. ഈ പറഞ്ഞായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ ഞാനത് പറഞ്ഞു തരാം. നമ്മുടെ ലോ ഓഫ് അട്രാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു പെയ്ഡ് ക്ലാസ് ഉണ്ട്. അത് നമ്മൾ നമ്മുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നുണ്ടാവും. അതിന്റെ ഡീറ്റെയിൽസ്, കംപ്ലീറ്റ് കാര്യങ്ങൾ, ഹീലിങ്സ്. കാരണം ഹീലിങ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു പാത്രത്തിൽ ചെളിയുണ്ട്, ചെളി കോരിക്കളഞ്ഞാലേ വെള്ളം കുടിക്കാൻ പറ്റൂ. അങ്ങനെ ചെളി കോരിക്കളയണമെങ്കിൽ നമുക്ക് ഹീലിങ്സ് നടത്തണം. അതുകൂടാതെ നമ്മളുടെ എന്താണ്, അപ്പൊ അത് പിന്നെ ഒരുപാട് അലൈൻമെന്റ് പ്രോസസ്സ്, അങ്ങനെ ഒരു ഡിസിപ്ലിൻ വേണം. കൃത്യമായിട്ട് നമ്മളൊരു ക്ലാസ് വരുന്നുണ്ട്. അതായത് ആദ്യം ഒരു ചിക്കൻ വാങ്ങിക്കുമ്പോൾ ചിക്കൻ വാങ്ങിക്കുന്ന പ്രോസസ്സ് മുതൽ, അപ്പൊ അതാണ് ഫസ്റ്റ് പ്രോസസ്സ്. പിന്നെ ചിക്കനിൽ അഴുക്കെടുത്ത് കളയുന്നതാണ് ഹീലിങ്സ്. ചിക്കൻ കറി വെക്കുന്ന എരിവും പുളി ഇട്ട് വയ്ക്കുന്നതാണ് അലൈൻമെന്റ് എന്നൊക്കെ പറയുന്നത്. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് കൃത്യമായിട്ട് ഫോളോ ചെയ്ത ഒരു ഡിസിപ്ലിനോട് പോകുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് നമ്മുടെ, അതായത് പെയ്ഡ് കമ്മ്യൂണിറ്റി. നിങ്ങളുടെ ലൈഫിൽ ചേഞ്ചസ് ഉണ്ടാവും. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ മൈക്ക് ഒന്ന് ഓൺ ചെയ്ത്. ഇന്നത്തെ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട്, ഇപ്പൊ പെയ്ഡ് ക്ലാസ്സിനെ ബന്ധപ്പെട്ടല്ല ഞാൻ ചോദിക്കുന്നത്. അതിന്റെ ഫീസ് ഇപ്പൊ നമുക്ക് റിവീൽ ചെയ്യാൻ പറ്റില്ല, അത് റെക്കോർഡഡ് ആയതുകൊണ്ട് തന്നെ. ആരെങ്കിലും ഒന്ന് മൈക്ക് ഓൺ ചെയ്തിട്ട് ചോദിക്കാവോ? ഈ ഇന്നത്തെ മണിയുമായിട്ട് ബന്ധപ്പെട്ട് പൈസ നമുക്ക് എളുപ്പമായി ഉണ്ടാക്കാമെന്നും വെള്ളം ഒഴുകുന്ന പോലെ നമ്മളിലേക്ക് കാശ് എന്നൊക്കെ പറഞ്ഞു ചോദിച്ചോളൂ. ആരെങ്കിലും ഒന്ന് മൈക്ക് ഓൺ ചെയ്തേ, ഒന്ന് ചോദിച്ചേ. ഇത്രയും ഫസ്റ്റ് ഒക്കെ കേട്ട ഒരാളുണ്ടല്ലോ, മായ എന്നൊക്കെ പറഞ്ഞ ആളുകളുണ്ട്. ഒന്ന് 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 മൈക്കിനെ ഉള്ളേ. ആരെങ്കിലും ഒരാളൊന്ന് നിതീഷ്, ഇവരൊക്കെ ആദ്യമേ കേട്ടതാണ്. ആർക്കും മൈക്കിനെ ഉള്ളേ, ജസ്റ്റ് ചോദിച്ചേ. മേ ബി ഇത് നിങ്ങൾക്കൊരു ഓക്കെ മൈക്ക് ഓൺ ചെയ്യാൻ പറ്റുന്നില്ല. സർ, ഹലോ. ചോദിച്ചോളൂ, തീർച്ചയായിട്ടും. ഇപ്പം ട്രേഡ് ചെയ്യുന്നതിന്റെ ഒരാൾ ട്രേഡ് ചെയ്യുന്നതിന്റെ ഒരു കാര്യം പറഞ്ഞില്ല, പറയുന്നത് എന്തായിരുന്നു അങ്ങോട്ട് പറഞ്ഞേ? സാർ ഇതിന്റെ ഇടയ്ക്ക് ഒരു പറഞ്ഞില്ലേ, ട്രേഡ് ചെയ്യുന്നു ക്യാഷ് ഉണ്ടാക്കുന്ന ട്രേഡിങ്. തീർച്ചയായിട്ടും സ്റ്റോക്ക് ട്രേഡിങ്ങിൽ ഞാൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് കൃത്യമായിട്ടൊരു സ്ട്രാറ്റജി ഉണ്ട്. നമ്മൾ കൃത്യമായിട്ടൊരു സ്ഥലത്ത് നിന്ന് പഠിച്ച് വളരെ കൃത്യമായിട്ട് എൻ്റെ സൈക്കോളജിയൊക്കെ ഉറപ്പുവരുത്തിയാണ് ഞാൻ ചെയ്യുന്നത്. അതിന്റെ പുറമെ അത് ചെയ്തിട്ടേ കാര്യമുള്ളൂ. കാരണം അല്ലെങ്കിൽ നോർമലി നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരു സ്ട്രാറ്റജി ഇല്ലാതെ വെറുതെ ഒരു ബ്ലൈൻഡ് ആയിട്ട് ഒരു ഒരു ദിവസം നിങ്ങൾ ട്രേഡിങ്ങായിട്ട് ബന്ധപ്പെട്ട എൻ്റെ ഒരു പേഴ്സണലി വന്നാൽ ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞുതരാം. പക്ഷേ ക്ലാസ് ആയിട്ടൊന്നും അല്ല, കുറച്ച് കാര്യങ്ങൾ.
അപ്പോൾ ഞാൻ സ്ട്രാറ്റജി ഉണ്ട്, കൃത്യമായിട്ടുള്ള ഓപ്ഷൻ ട്രേഡിംഗ് ആണ് ചെയ്യുന്നത്, കൃത്യമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, എത്ര പോയിന്റ് ബുക്ക് ചെയ്യണം എന്നുള്ള മുൻകൂട്ടി തീരുമാനിക്കുന്നുണ്ട്. പക്ഷെ എന്നിട്ടും ഞാൻ ചെയ്യുന്ന പരിപാടി എന്ന് വെച്ചാൽ, നമ്മുടെ സാറും അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്, ഞാൻ മൈൻഡ് മാക്സിമം ഇപ്പോൾ ഒരു ടാർഗറ്റ് നമ്മൾ സെറ്റ് ചെയ്തു, സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്തു, ബ്രാക്കറ്റ് ഓർഡർ ലിമിറ്റ് ഓർഡർ പ്ലേസ് ചെയ്തു, ടാർഗറ്റ് അച്ചീവ് ചെയ്യുമെന്ന് ഞാൻ ഉറപ്പായിട്ടും ലിമിറ്റ് ഓർഡർ സെറ്റ് ചെയ്തിട്ട് പിന്നെ ഞാൻ സിസ്റ്റത്തിന്റെ ഫ്രണ്ടിൽ ഇരിക്കാറില്ല. കാരണം സിസ്റ്റത്തിന്റെ ഫ്രണ്ടിൽ ഇരുന്നാൽ ഇമോഷൻ വർക്ക് ചെയ്യും. ഇമോഷൻസ് കാരണം ക്യാൻഡിൽ മണ്ടയിലോട്ടും താഴോട്ട് പോകുന്നത്, ഇപ്പൊ ബാക്കിയുള്ളവർക്ക് ഇത് ബോറായിരിക്കും എങ്കിലും പറയുകയാണ്, ക്യാൻഡിൽ മണ്ടയിലോട്ടും താഴോട്ട് പോകുമ്പോൾ ഇമോഷൻ വർക്ക് ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യും, ലിമിറ്റ് ഓർഡർ സെറ്റ് ചെയ്തിട്ട് മാറിയിരുന്നു. കാരണം ഫോണിൽ അറിയാൻ പറ്റും, സിസ്റ്റത്തിൽ സെറ്റ് ചെയ്താലും ഫോണിൽ ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അപ്പം അതുകൊണ്ട് തന്നെ ഒരു 99% എനിക്ക് പ്രോഫിറ്റ് ആണ് വരാറുള്ളത്. ഒരുപാട് പ്രോഫിറ്റ് ഞാൻ ബുക്ക് ചെയ്യാറില്ല, അതും സൈക്കോളജിയുടെ ഭാഗമാണ്, ലാ ഓഫ് അട്രാക്ഷൻ ആണ്. ഓക്കെ, പറഞ്ഞോളൂ. അത് നമ്മൾ മനസ്സിൽ എങ്ങനെയാ അതുമായിട്ട് കാണേണ്ടത് എങ്ങനെയാ? ബന്ധപ്പെട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുന്നത് ബാക്കിയുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ആവും. ഓക്കെ ഓക്കെ. ഓക്കെ. അടുത്തൊരാൾ ചോദിച്ചോളൂ. അനിൽകുമാർ സാർ ഒന്ന് ചോദിച്ചോളൂ. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? നിതേഷ് എന്ന് പറഞ്ഞ നിതേഷ് സാർ ചോദിക്കാവോ? ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കണമെന്ന് ചോദിക്കാം. ഇത്രയേ ഉള്ളൂ. പൈസ വളരെ എളുപ്പത്തിൽ നമ്മുടെ ലൈഫിലേക്ക് വരുമെന്ന് ഇത് കൃത്യമായിട്ട് നമ്മൾ ചിന്തിക്കുന്ന ആളുകൾക്ക് പൈസ എളുപ്പത്തിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരും എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് ഇന്നത്തെ ക്ലാസ്. പുതിയൊരു ക്ലാസ്സിൽ കാണാം. ഇതാണ്, ഇത്രയേ ഉള്ളൂ. മണി, നിങ്ങൾ വർക്ക് ചെയ്യുന്നതുകൊണ്ടല്ല നിങ്ങൾക്ക് കാശ് കിട്ടുന്നത്. നിങ്ങൾ ഓരോ കാര്യങ്ങളൊന്നും ചെയ്യുന്നത് കൊണ്ട് ഒന്നുമല്ല നിങ്ങൾക്ക് കാശ് കിട്ടുന്നത്. നിങ്ങൾക്ക് കാശ് കിട്ടുന്നത് മണി ഈസ് ജസ്റ്റ് എൻ എനർജി ആയതുകൊണ്ടാണ്. ദിസ് ഈസ് ദിസ് ഈസ് എ സ്പിരിച്വൽ യൂണിവേഴ്സ്, അല്ലെങ്കിൽ സൈക്കോളജിക്കൽ യൂണിവേഴ്സ് ആണ്. ഇത് ഉറപ്പ് വരുത്താതെ നിങ്ങൾ ഇനി കമന്ന് കിടന്ന് പരിശ്രമിച്ചാലും നിങ്ങൾ എങ്ങും എത്താൻ പോകില്ല. കാരണം നിങ്ങൾ ഇങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ്, ഈ ലോകം അങ്ങനെയാണ്, ഇതാണ് സത്യം. ഇത് മനസ്സിലാക്കാതെ നമ്മൾ ഇങ്ങനെ സ്വർണം തേടി പുറത്ത് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഓരോ ജോലികളൊക്കെ ചെയ്യണം, ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല. യൂണിവേഴ്സ് ലീഡ് ചെയ്യുന്ന, ഇപ്പൊ നിങ്ങളൊരു കോടീശ്വരനാവാൻ സ്വപ്നം കാണുകയാണ്, നിങ്ങൾക്ക് വെറുതെ ഒരു ജോലിക്ക് പോവാം, നിങ്ങൾക്ക് ഒന്നും ചെയ്ത് ഈ മാനിഫെസ്റ്റേഷൻ പ്രോസസ് ഒന്നും ചെയ്യാതെ പല സ്ഥലങ്ങളിൽ ഓരോ കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾക്ക് പോവാം. പക്ഷേ ഞാൻ പറയുന്നത് അതല്ല. നിങ്ങൾ ഇത് ചെയ്യണം. എന്ത് ചെയ്യണം? നിങ്ങൾ ഈ ഈ പറഞ്ഞ നമ്മുടെ പേര്, ഇതൊക്കെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണെന്നേ. നമ്മുടെ കോഴ്സ് എന്നൊക്കെ പറയുന്നത് ഞാൻ 15,000, 20,000, 30,000 ലക്ഷക്കണക്കിന് രൂപയൊക്കെ കൊടുത്ത് പഠിച്ച കാര്യങ്ങളാണ് മൈൻഡുമായിട്ട് ബന്ധപ്പെട്ട്. ഇനിയും പഠിക്കാനായിട്ട് ഞാൻ ഇപ്പോഴും ഒരു പുറത്തുള്ള ഒരാളുടെ ഒരു 30,000 രൂപ ഉണ്ട്, ഒരു 3 ലക്ഷം രൂപ അടുത്തൊരു കോഴ്സ് ഉണ്ട്. ഇതൊക്കെ ഞാൻ എടുക്കുന്നുണ്ട്. ഇതിൽ നിന്നൊക്കെ കിട്ടുന്ന പല രീതിയിലൊക്കെ കിട്ടുന്ന പല സോഴ്സ് ഓഫ് റവന്യൂ ഉണ്ട്, ഞാൻ പറഞ്ഞല്ലോ. അതിൽ നിന്ന് കിട്ടുന്ന ഒരു സോഴ്സ് ഓഫ് ഇൻകം ഒരു കള്ളമാണ്. യു ഷുഡ് ഹാവ് മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം ടു സർവൈവ്. ഈ ലോകത്ത് കാശുണ്ടാക്കിയവരുടെ എല്ലാം അങ്ങനെയാണ് ഉള്ളത്. മൾട്ടിപ്പിൾ സോഴ്സസ് ഉണ്ട്, ആക്റ്റീവ് ഉണ്ട്, പാസീവ് ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മുടെ പേഡ് ക്ലാസ്സിൽ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇപ്പൊ കിട്ടുന്ന അപ്പൊ ഇതെല്ലാം ലിമിറ്റിംഗ് ബിലീഫാണ്. നമുക്ക് ഒരു ഒരു സോഴ്സ് ഓഫ് റവന്യൂ ഉണ്ടാകാവുള്ളൂ എന്നുള്ളത് പരിമിതമായ വിശ്വാസമാണ്. അതിനെ തകർക്കണം, അതിനെ ഹീൽ ചെയ്യണം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാശ് ഉണ്ടാക്കുന്ന വളരെ പാടാണെന്ന്, നിങ്ങളിപ്പോൾ ഒരു പാവപ്പെട്ട വീട്ടിലാണ് ജനിച്ചിരിക്കുന്നത്, നിങ്ങൾ അച്ഛനും അമ്മയും അവരുടെ കുഴപ്പമില്ല. അപ്പൊ നമ്മൾ പറയും ഈ അച്ഛനും അമ്മയും വിട്ടിട്ട് വേറെ എങ്ങോട്ടേലും പോകുന്നു, അല്ല നമ്മളെ പ്രിയപ്പെട്ടവരാണല്ലോ നമുക്ക് പ്രശ്നം. നോ, ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലായ്മ എന്നുള്ള നിങ്ങളുടെ കുഴിയിലേക്ക് കൊണ്ടെത്തിക്കും. നിങ്ങൾ അറ്റ്മോസ്റ്റ് ഏറ്റവും ബോട്ടത്തിൽ കൊണ്ടെത്തിക്കും നന്ദിയില്ലെങ്കിൽ. അതൊരു മാനിഫെസ്റ്റേഷൻ ആണ്. ഓക്കെ, ഞാൻ പറയാം. അപ്പൊ അതുകൊണ്ട് അങ്ങനെയല്ല ഞാൻ പറയുന്നത്, ഞാൻ ആ സിറ്റുവേഷൻ പറയുകയാണ്. അപ്പൊ ഈ മേക്കിംഗ് മണി ഹാർഡ് 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 എന്ന് പറയുന്ന ന്യൂറൽ പാത്വേയില് ഒരു മൈലിനേഷൻ സംഭവിച്ചു കഴിഞ്ഞു, ഒരു പ്രോഗ്രാം സംഭവിച്ചു കഴിഞ്ഞു. ഇപ്പൊ ഞാനും നിങ്ങൾ തമ്മിലൊരു ബന്ധം, നമ്മൾ കുറെ ദിവസം ഇങ്ങനെ തമ്മിൽ സംസാരിക്കാൻ നമ്മൾ അറിയാതെ ഒരു ബന്ധം ഫോം ചെയ്യും, ഒരു ആത്മബന്ധം ഫോം ചെയ്യും. അതും എന്താണ്? ലോ ഓഫ് അട്രാക്ഷൻ ആണ്, മൈലിനേഷൻ ആണ്, ന്യൂറൽ പാത്വേയിലുള്ള പ്രോഗ്രാംസ് ആണ്. അതുകൊണ്ടാണ് ഫാമിലി മെമ്പേഴ്സിൻ്റെ അടുത്ത് നമുക്ക് ഒരു മടിയും ഇല്ലാതെ നമുക്ക് സംസാരിക്കാൻ പറ്റും. നമ്മുടെ ഫ്രണ്ട്സിന്, അടുത്ത ഫ്രണ്ട്സിന്റെ അടുത്ത് നമുക്ക് ഒരു സോഷ്യൽ സ്റ്റിഗ്മയിലോ ഒന്നുമില്ല. കാരണം അവരുമായിട്ട് നിങ്ങൾ എനർജി കണക്റ്റഡ് എക്സ്ചേഞ്ച് ആയി ന്യൂറൽ പാത്വേയിൽ കയറി കഴിഞ്ഞു. അപ്പൊ അതാണ് ആ ഡിഫറൻസ്. അപ്പൊ ഞാൻ പറയുന്നത് വെച്ചാൽ എന്ത് നമുക്ക് പോസിബിൾ ആണ്, ഒന്നും നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. പിന്നെ ഈ ഹീലിങ്സ് നടത്തിയില്ലെങ്കിലും ഒരു പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ 80-20 പ്രിൻസിപ്പിൾ എന്ന പ്രിൻസിപ്പിൾ ഉണ്ട്. അത് പ്രകാരം പറയുന്നത് വെച്ചാൽ 80% വർക്ക് ഉള്ളതാണ് വർക്ക് ചെയ്യുക, 20% ഉള്ളതല്ല വർക്ക് ചെയ്യുക, 80%. ഇപ്പോൾ നിങ്ങൾ കുറേ ഇപ്പൊ നിങ്ങൾക്ക് എത്ര 30 വയസ്സുണ്ടെങ്കിൽ 30 വർഷത്തെ പ്രോഗ്രാമിംഗ് ഉണ്ട്. അപ്പൊ നമ്മൾ ഈ പോസിറ്റിവിറ്റി മാത്രം പോകുമ്പോൾ ഈ 30 വർഷത്തെ നെഗറ്റിവിറ്റി നിങ്ങളുടെ മനസ്സിലുണ്ട്. അപ്പം ഈ 80-20 പ്രിൻസിപ്പിളോട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ പോസിറ്റീവിലേക്ക് നിലവിൽ പോകുമ്പോൾ ഈ 80-20 എന്ന് വെച്ചാൽ 80%, 20% അല്ലേ. അപ്പൊ 80-20 വർക്ക് ചെയ്യണമെങ്കിൽ
ഇപ്പോഴത്തെ നിങ്ങളുടെ കുറെ നാളത്തെ നെഗറ്റിവിറ്റിയും കിടപ്പുണ്ട്. അപ്പൊ അതിനെ ഓവർകം ചെയ്ത് ടൈം എടുക്കും. പോസിറ്റിവിറ്റിയിൽ മാത്രം പോകുമ്പോൾ ഹീലിങ്സ് ചെയ്തില്ല എങ്കിൽ, ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നു ശരിയല്ലേ? അതായത് നിങ്ങളൊരു 30 വയസ്സുണ്ടെങ്കിൽ 30 വർഷത്തെ മണിയുമായിട്ട് ബന്ധപ്പെട്ട്, ഇപ്പൊ നമ്മളുടെ ഇന്നത്തെ ടോപ്പിക്ക് മണിയാണല്ലോ, മണിയുമായിട്ട് ബന്ധപ്പെട്ട പ്രോഗ്രാമിംഗ് ഉണ്ട്. നിങ്ങൾ പ്രോപ്പറായിട്ട് ഡീപ്പസ്റ്റ് ഹീലിംഗ് ചെയ്തില്ല എങ്കിൽ ആ നെഗറ്റീവ് തോട്ട് പ്രോസസ്സിന്, നിങ്ങളുടെ ആ അത് കാരണം ഉണ്ടായ ന്യൂറൽ പാത്വേയിൽ ഉണ്ടാക്കിയ സിഗ്നലിനെ നിങ്ങൾ പൂർണ്ണമായി റിമൂവ് ചെയ്ത് കളഞ്ഞില്ല എങ്കിൽ, നിങ്ങൾക്ക് 80-20 പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞ ഒരു റെലവെന്റ് ആയിട്ടുള്ള ഒരു സയന്റിഫിക് സത്യം ഉള്ളത് കൊണ്ട് തന്നെ ഈ അപ്പൊ നിങ്ങളുടെ മനസ്സിൽ ഇപ്പൊ 80% നെഗറ്റിവിറ്റിയാണ്. ഈ 80% നെഗറ്റിവിറ്റി ഓവർകം ചെയ്ത് ചെയ്ത് അപ്പൊ ടൈം എടുക്കും. കാരണം പോസിറ്റീവ് ഇന്നിപ്പോ ദിവസം പോസിറ്റീവ് ആയി, അടുത്തൊരു 365 ദിവസം പോസിറ്റീവ് ആയി. 30 വയസ്സുള്ള ആൾ 29 വർഷം നെഗറ്റീവായിട്ട് കിടക്കുകയാണ്. അപ്പൊ അടുത്ത 30 വർഷം നിങ്ങളുടെ ലൈഫ് പൂർണ്ണമായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ, അതിനാണ് നമ്മൾ ഹീലിങ്സ് എന്ന് പറഞ്ഞ സാധനം കൊണ്ടുവന്നിരിക്കുന്നത്. ഹീലിങ്സ് ചെയ്യുമ്പോൾ ഇത് കരടെല്ലാം എടുത്ത് കളയും. പിന്നെ നിങ്ങൾ ചെയ്യുന്ന ഫ്രഷ് ആയിട്ടുള്ള തോട്ട് പ്രോസസ്സ് നിങ്ങളുടെ ലൈഫിൽ അട്രാക്ട് ചെയ്തെടുക്കുക എളുപ്പമാണ്. അതുകൊണ്ടാണ് നമ്മുടെ പെയ്ഡ് ക്ലാസ്സിലൊക്കെ ഡീപ്പസ്റ്റ് ഹീലിങ്സും മെഡിറ്റേഷനും ഒക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഇതാണ് ഇന്നത്തെ ക്ലാസ്. പുതിയൊരു ക്ലാസ്സിൽ കാണാം. ബൈ.